വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസ് ജോബുകൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി വേണം ജോബ് ചെയ്യാനായിട്ട്. ഓഫീസ് ജോബാണ്. അപ്പം നമ്മൾ ഫുൾ ടൈം ആയിരിക്കും വർക്ക് വരിക. നമ്മൾ അവിടെ പോയി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. ആ അഡ്രസ്സിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. തിരുവനന്തപുരത്താണ് ജോബ് വേക്കൻസി വരുന്നത്. അപ്പം മന്ത്ലി നല്ല ഒരു 19,000 അടുത്ത് സാലറി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് അത്രയും കിട്ടുക. അപ്പം എന്ന് വെച്ചാൽ 19,000 കിട്ടുമെന്നല്ല, 8,000-നും 19,000 അങ്ങനെ എന്തോ ഇടയ്ക്കാണ് സാലറി വരിക. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ 15,000 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സാലറി ഇൻക്രീസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഓഫീസ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നല്ല സ്കില്ല്, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും നമുക്ക് സംസാരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രം മതി ഈ ഒരു ജോബിന് വേണ്ടത്. അപ്പം നിങ്ങളുടെ വീട് തിരുവനന്തപുരത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോയി വരാനൊക്കെ സൗകര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. കോമൺലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേക്കൻസിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് കാര്യങ്ങളാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ്, ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, പോയാൽ മതി. അപ്പോൾ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ജോബ് എന്ന് പറയുന്നത് ഓഫീസ് സ്റ്റാഫാണ്. ഒലിവർ ടെക്നിക് മാനേജ്മെൻറ്റ്, തിരുവനന്തപുരം, കേരള. ഇവിടെയാണ് നമുക്ക് ജോബിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. പേ സാലറി വരിക 16,000-നും 19,000-നും ഇടയ്ക്കാണ് സാലറി പേയ്മെൻറ്റ് വരുന്നത്. അപ്പം ഫുൾ ടൈം ജോബാണ്, ഡേ ഷിഫ്റ്റാണ് വരിക. അപ്പം 16,000-നും 19,000, അപ്പോൾ 15,000-ന് കൂടുതൽ മേളിൽ എന്തായാലും സാലറി നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പം താല്പര്യമുള്ളവർ എന്തായാലും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവരിവിടെ ജോബിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, ഈ ജോബിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റൂൾസ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ആൻസറിങ് ഫോൺ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓഫീസിൽ വരുന്ന കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ കോളിങ്ങിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. പിന്നെ മാനേജിങ് കറസ്പോണ്ടിങ്, നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ വരുന്ന മെയിൽ, ലെറ്റേഴ്സ്, പാക്കേജസ്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റിംഗ് മീറ്റിംഗ്, അപ്പോയിൻമെൻറ്റ് ആൻഡ് ഈവൻസും മീറ്റിങ്ങും ഒക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്പോയിൻമെൻറ്റ് കൃത്യസമയത്ത് നമ്മളത് എന്ത് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ഫയൽ മാനേജ്മെൻറ്റ്, ഓർഗനൈസിങ് ആൻഡ് മീറ്റിംഗ് ഓഫീസ് ഫയൽസ്, റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയിലുള്ള ഫയൽസ്, ഡേറ്റാസൊക്കെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡേറ്റ എൻട്രി, കൃത്യമായിട്ട് നമ്മൾ അതാത് ദിവസത്തെ ഡേറ്റാസൊക്കെ കൃത്യമായിട്ട് എൻട്രി ചെയ്യുക. സപ്ലൈസ് മാനേജ്മെൻറ്റ്, ഓർഡറിങ് ആൻഡ് മാനേജിങ് ഓഫീസ് സപ്ലൈസ്. അപ്പോൾ ഓഫീസിൽ സപ്ലൈസ് ഉണ്ടെങ്കിൽ അവരുടെ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബുക്ക് കീപ്പിങ്, നമ്മൾ കൃത്യമായിട്ട് ബുക്ക് കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് ദ ബേസിക് ബുക്ക് കീപ്പിംഗ് ടാസ്ക് സച്ച് ആസ് എക്സ്പെൻസസ് ട്രാക്കിംഗ്. അപ്പം കൃത്യമായിട്ടുള്ള എക്സ്പെൻസ് അറിയാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഡോക്യുമെൻ്റ് പ്രസൻറ്റേഷൻ, പ്രിപ്പയറിംഗ് റിപ്പോർട്ടിംഗ് പ്രസൻറ്റേഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ നമ്മൾ അതാത് ദിവസത്തെ കാര്യങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ആക്കി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഫയലാക്കി നമ്മൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ജനറൽ ഓഫീസ് ടാസ്ക്, മെയിൻറ്റെയിൻ എ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് വർക്ക് സ്പേസസ്, അസിസ്റ്റിംഗ് വിത്ത് റെഡ് ആൻഡ് മിസ്ലേഷ്യസ് ഡ്യൂട്ടീസ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ക്ലീൻ ആൻഡ് ക്ലീനായിട്ട് തരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതാത് സമയത്തിനുള്ളിൽ റിപ്പോർട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ നമ്മൾ നോർമലി ഒരു ഓഫീസ് സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. നമ്മൾ ഡേറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്ക് ഉണ്ടെങ്കിൽ കീപ്പ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സാധാ ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, സോ അതൊക്കെ തന്നെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ
പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ അവരോട് അലൗഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിഷ്യറ്റാണ് വരുന്നത്. സാലറിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം താല്പര്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവരുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ജോലിക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.